ഇനി പരിപാടി തുടങ്ങുമ്പോൾ ആരെ ആദ്യം അതിഥിയാക്കണമെന്ന ചോദ്യത്തിന് ഉത്തരം നടിയും അവതാരകയും ഒക്കെ ആയ ഇൻഫ്ലുവൻസറായ നമ്മുടെ പ്രിയപ്പെട്ട പാർവതി ആർ കൃഷ്ണ എന്നതായിരുന്നു. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ ദിവസം പാർവതി ഇട്ട ഒരു വീഡിയോ, അത് നമുക്കൊന്ന് കാണാം. എന്റെ ഒരു വീഡിയോയോ ഫോട്ടോയോ ആവശ്യമില്ലാതെ എന്തെങ്കിലും എടുത്തിട്ട് നിങ്ങൾ അതിൽ കിടന്ന് പണിയാൻ നിന്ന നല്ല പണി വാങ്ങിക്കും. ഇത് ഭീഷണിയൊന്നുമല്ല, അതെന്റെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ്. അത് ഞാൻ ലീഗലി തന്നെ മൂവ് ചെയ്തിരിക്കും. ഇത് വേറെ ആരും ചുമ്മാ വന്ന് പറയുന്നതല്ല. ഞാൻ ലീഗലി മൂവ് ചെയ്തിട്ടാണ് ഇന്ന് അവന്റെ അക്കൗണ്ട് പോയത്. ബാക്കിയുള്ളവരുടെ അക്കൗണ്ട് കളയാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. സോ ബെറ്റർ നിങ്ങളുടെ എന്ത് രോമാഞ്ചമാണെങ്കിലും ശരി, എന്ത് കുളിരു കോരിപ്പിക്കുന്ന സാധനങ്ങളാണെങ്കിലും ശരി, ആവശ്യമില്ലാതെ എന്റെ സാധനങ്ങൾ ഇട്ടാ പണി കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ. പാർവതി നമുക്കൊപ്പം ന്യൂസ് 3-യിൽ തത്സമയം ചേരുകയാണ്. പാർവതി, സ്വാഗതം. ഒപ്പം വലിയ സന്തോഷം, ഇങ്ങനെ ഒരു പ്രതികരണം. ഞാനത് വളരെ ഷോർട്ടായിട്ടാണ് പാർവതി കാര്യങ്ങൾ ക്രിസ്പായിട്ടാണ് പറഞ്ഞത്. അതിലും ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഞാൻ പ്രേക്ഷകർക്കായിട്ട് കാണിച്ചത്. അപ്പോൾ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. പാർവതി ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, അവരൊക്കെ എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്ന് എനിക്ക് അറിയില്ല എന്നൊരു സെന്റൻസ് കൂടി അതിലുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കണമെന്ന് തോന്നിയത്? നമ്മുടെ ഒരു കേസ് വരുന്ന സമയത്തായിരിക്കും നമ്മൾ ഫസ്റ്റ് റിയാക്ട് ചെയ്യുന്നത്. അതിപ്പം എല്ലാവരും അവരവരുടെ കാര്യത്തിൽ ഭയങ്കര അധികം സെൽഫിഷാണ്. എന്റെ ഒരു ഇങ്ങനെ ഒരു പിക്ചറോ വീഡിയോ ഇന്ന് വരെ എന്റെ ഒരു വോളിലോ ഒന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞ പെട്ടെന്ന് റാൻഡമായിട്ട് കണ്ടപ്പോൾ അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഞാൻ അതിനെതിരെ റിയാക്ട് ചെയ്തു. അത് തന്നെയാണ് സംഭവിച്ചത്. പാർവതി ഒരു ഇൻഫ്ലുവൻസറാണ്, സോഷ്യൽ മീഡിയയിൽ അത്രയും അധികം നിൽക്കുന്ന ഒരാളാണ്, ഫിലിമിലുണ്ട്. അത്തരത്തിൽ എല്ലാ രീതിയിലും എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കണ്ട് പ്രതികരിക്കണമെന്നൊക്കെ നമ്മൾ പറയുന്ന സോക്കാൾഡ് അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊന്നുമല്ല, എനിക്കിതിലൊന്നും കാര്യമില്ല, എനിക്കിതിൽ എന്നെക്കുറിച്ച് ആരോ എന്തോ വിചാരിച്ചോട്ടെ, അല്ലെങ്കിൽ ഇനി എന്തും വരട്ടെ, പക്ഷെ പ്രതികരിക്കാനുള്ളിടത്ത് പ്രതികരിക്കുമെന്നുള്ളതാണ് പാർവതിയെ വ്യത്യസ്തയാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ അതിഥിയായി ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എവിടെ നിന്നാണ് അങ്ങനെ ഒരു പെട്ടെന്നൊരു തോന്നൽ വന്നത്? ഈ പറഞ്ഞ പോലെ നേരത്തെ അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, ഇതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ആരും ചെയ്യുകയില്ല, അത് മനസ്സിലാവുകയും ചെയ്തു ആ വീഡിയോയിൽ നിന്ന്. അപ്പൊ ആ ഒരു തോട്ട് എങ്ങനെയാണ് വന്നത്? ഇത് ഫേസ്ബുക്കിലൂടെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൂടെ തന്നെ പറയാം എന്ന് തോന്നിയത് എങ്ങനെയാ? ഓക്കെ, ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്നത് പലവരുടെയും ഈ ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒരു നെഗറ്റീവ് വശം മാത്രമല്ലാതെ ഇതിന്റെ ഒരു പോസിറ്റീവ് വശത്തിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്നിപ്പോ ഞാനിവിടെ ഇരിക്കുന്നത് തന്നെ. കാരണം ഒരുപാട് പേരിലേക്ക് അതെത്തി, അതായത് റിയാക്ട് ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾക്ക് അതൊരു പ്രചോദനമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഒരുപാട് പേര് എനിക്ക് പേഴ്സണൽ കോൾ ചെയ്തു, ചേച്ചി ഇപ്പോഴാണ് ഞങ്ങൾക്കൊരു ധൈര്യം വന്നത്. കാരണം പലവരും പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണെങ്കിൽ തന്നെ, ചേച്ചി ഞങ്ങളുടെ കരിയറിനെ അത് ബാധിക്കുമോ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ഇതെങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ അവിടെ ഇരിക്കത്തേ ഉള്ളൂ. ഒരു കാര്യങ്ങളും നമുക്ക് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. റിയാക്ട് ചെയ്യേണ്ട സമയത്ത് ആ ഒരു സ്പോട്ടോ നമ്മൾ റിയാക്ട് ചെയ്യണം. ഞാനിത് കണ്ട സമയത്ത് ഞാൻ ആകെ സ്തബ്ധിച്ചു പോയി. കാരണം എനിക്ക് എന്ത് ചെയ്യണം, കാരണം ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പം ഞാൻ കരഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ കുറച്ച് നേരം ഇരുന്ന് ആലോചിച്ചിട്ട് ഞാൻ എന്റെ ഫോട്ടോഗ്രാഫറിനെ വിളിച്ചു. രേഷ്മ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. രേഷ്മ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രേഷ്മ ഇത് വല്ലാത്തൊരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു രോമാഞ്ച മീഡിയ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ പേജിൽ നിന്നും പല സ്ഥലങ്ങളിലേക്ക് ഇത് സ്പ്രെഡ് ആയിട്ടുണ്ട്. അത് പല മീഡിയക്കാര് ഇതുപോലത്തെ ഒരു മഞ്ഞ ചാനലുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിന്റെ പിക്ചറായിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ പലയിടത്തും സ്പ്രെഡ് ചെയ്തു. അതെനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത് എന്റെ കൺമുന്നിൽ വന്നെന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഇതിനെ എങ്ങനെയെങ്കിലും തടയുക എന്നതായിരുന്നു ഫസ്റ്റ് ലക്ഷ്യം. അപ്പൊ ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് പേഴ്സണലി ഞാൻ ടെക്സ്റ്റ് ചെയ്തു. ഈ രോമാഞ്ചപേരി എന്നെ ബ്ലോക്ക് ചെയ്തിരുന്നു. അവർക്ക് എനിക്ക് പേഴ്സണൽ ടെക്സ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് അറിയാവുന്ന 1-2 മീഡിയക്കാരെ വെച്ചിട്ട് ഞാനത് ചെയ്യാൻ നോക്കിയപ്പോഴും നടന്നില്ല. ലാസ്റ്റ് രേഷ്മയുടെ ഒരു സപ്പോർട്ട് കാരണമാണ് ഞങ്ങൾ ത്രൂ ഔട്ട് അത് കോപ്പിറൈറ്റ്, കാരണം ഒറിജിനൽ കോണ്ടന്റ് വെച്ചിട്ട് നമ്മളത് കോപ്പിറൈറ്റ് കൊടുത്തു. അവർ 1 തവണയായി 2 തവണയും 3 തവണയും ഈ പറയുന്ന സെയിം കോണ്ടന്റ് ഇടാൻ നോക്കി. കാരണം അത് നല്ല റീച്ച് ഉണ്ടായിരുന്നു. 1.5 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. ആൻഡ് വിത്തിൻ ആൻ അവർ അവർക്ക് 3000 കൂടുതൽ ഷെയർസും പോയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എന്നെ വളരെ ഞെട്ടിച്ചൊരു കാര്യമാണ്. കാരണം നമ്മൾ അത്രയും പ്യുവർ മൈൻഡോടെ എടുത്തൊരു സാധനം അത് എത്ര വൾഗാരിറ്റിയിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുമോ അത്രയും അവരിലേക്ക് എത്തിക്കാൻ പറ്റി എന്നതാണ് അവരുടെ വിജയം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ അവിടെ നിർത്തണം എന്ന് എനിക്ക് തോന്നി. എന്നെക്കൊണ്ട് മാക്സിമം പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ട്രൈ ചെയ്ത് ചാനൽ കൂട്ടി. അതെയാ, ആ വീഡിയോ എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ പറയുമ്പോൾ പല കാര്യങ്ങളും എഴുതി തയ്യാറാക്കി പറഞ്ഞില്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇമോഷണലി നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിൽ അത് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. ഞാൻ പച്ചത്തെറി ഞാൻ പറയും എന്നാണ് പാർവതി ആ വീഡിയോയിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്രയും അങ്ങനെ തന്നെ പ്രതികരിക്കണം എന്ന് തോന്നിയത്, അവിടെയാണ് പാർവതി വ്യത്യസ്തയാവുന്നത്.
അതെ അതെ, കാരണം എന്താ അറിയോ, അങ്ങനൊരു അത് വല്ലാത്തൊരു ഇമോഷനാണ്. ദേഷ്യവും സങ്കടവും കൂടെ എല്ലാം കൂടെ വന്നൊരു ഇമോഷനാണ്. നമ്മുടെ അനുവാദമില്ലാതെ നമ്മളൊരു ഫോട്ടോയോ വീഡിയോയോ, അത് അത്രയും വൾഗറായിട്ടുള്ള കുറെ പിക്ചേഴ്സും ഫോട്ടോസും വീഡിയോസും എല്ലാം കിടക്കുന്ന ഒരു പേജിനകത്ത് അങ്ങനെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പർപ്പസ്ഫുള്ളി ഇട്ടൊരു സാധനമല്ല അത്. ഞാൻ അങ്ങനെ ഒരു വീഡിയോ എന്റെ വോളിൽ പോസ്റ്റ് ചെയ്തിട്ടില്ല. സപ്പോസ് എന്തെങ്കിലും ഒരു നെയ്വൽ സ്ലിപ്പ് ആവോ, എന്തെങ്കിലും ക്ലീവേജ് വരുമോ, എന്തെങ്കിലും ഒരു കാര്യം സംഭവിച്ചാൽ ഞാൻ ആ പോർഷൻ കട്ട് ചെയ്തിട്ട് എന്റെ പേജിൽ പൊതുവെ ഇടാറുള്ളൂ. ഇവര് പർപ്പസ്, അതും രേഷ്മ അറിയാതെ രേഷ്മയുടെ ചാനൽ, യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തൊരു വീഡിയോ, അത് വൈറ്റ് ഷോട്ടിൽ നിന്ന് എക്സ്ട്രീം സൂം ചെയ്ത് അവർ അപ്ലോഡ് ചെയ്തൊരു സാധനമായിരുന്നു. അത് അത്രയും വൾഗറാക്കി അവർക്ക് ഇടേണ്ട ഒരു റൈറ്റ്സും ഇല്ല, അത് ഞാൻ സമ്മതിക്കത്തുമില്ല. ഇതിന് ശേഷം ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പലർക്കും ഇതിനുള്ള ഒരു ധൈര്യമില്ല ഇങ്ങനെ പറയാനുള്ള എന്ന് പറഞ്ഞല്ലോ. അതിനപ്പുറത്തേക്ക് ഞാനൊന്ന് ചിന്തിക്കുകയായിരുന്നു, ചിലരെങ്കിലും ഇതൊക്കെ അങ്ങനെ പോയാൽ നെവർ മൈൻഡ് ആക്കുന്ന ആളുകളില്ല, അതങ്ങനെ പോട്ടെ അല്ലെങ്കിൽ അങ്ങനെയും പോട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ പാർവതിക്ക്? ഉറപ്പായിട്ടും. കാരണം ഇതാദ്യം ഞാൻ എന്റെ 1-2 ഫ്രണ്ട്സിനോടാണ് പറഞ്ഞത്. എന്റെ ഫാമിലിയോട് പറയുന്നതിന് മുന്നേ എന്റെ 1-2 ഫ്രണ്ട്സിനോടാണ് ഞാൻ ഇത് ആദ്യം സൂചിപ്പിച്ചത്. അവരും ആദ്യം എന്നോട് പറഞ്ഞു ഇത് ഇഗ്നോർ ചെയ്യേ, ഇതൊക്കെ ഇതിന്റെ പാർട്ടല്ലേ എന്നാണ് ചോദിച്ചത്. ഇതിന്റെ പാർട്ടല്ല, കാരണം ഞാൻ പർപ്പസ്ഫുള്ളി ഇടാത്തൊരു സാധനം അത് അത്രയും വൾഗറായിട്ട് ഇടേണ്ട, ഞാൻ പിന്നെ അതാണ് പറയുന്നത്, അത് അത്രയും വൾഗറായിട്ട് ഇടേണ്ട ഒരു റൈറ്റ്സും അവർക്കില്ല. പിന്നെ അത് നെവർ മൈൻഡ് ആക്കി നമ്മൾ കുറെ വിട്ടാണ് ഇപ്പൊ ഇങ്ങനത്തെയുള്ള പേജൊക്കെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അത് എത്രയോ പേജസ് ഉണ്ടെന്നറിയോ. കുറെ പേജസ് ഇന്ന് രാവിലെ എനിക്ക് കുറെ ടെക്സ്റ്റ് ചെയ്തു, ചേച്ചി സോറി, ഇനി ഞങ്ങൾ അങ്ങനത്തെ വീഡിയോസ് എടുത്തില്ല. ഞാൻ പറഞ്ഞ ഇതിപ്പോ എന്റെ ഒരു കേസ് മാത്രമല്ല, എല്ലാവരും കൂട്ടത്തോടെ പ്രയത്നിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധി വരെ ഇത് തടയാൻ പറ്റും. നമ്മൾ തന്നെയാണ് ശരിക്കും ഇങ്ങനത്തെയുള്ള പേജസിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഈവൻ നമ്മൾ ആക്ടേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ടൊന്ന് റിയാക്ട് ചെയ്താൽ പേടിച്ച് ഒരു മൂലയിൽ ഇരിക്കാവുന്ന ടീംസേ ഉള്ളൂ ഇതൊക്കെ. അത് ഈ ഒരു 1-2 ദിവസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. പാർവതി 1-2 ദിവസമായിട്ട് ഇതിന്റെ പുറകെ തന്നെയാണെന്ന് തോന്നുന്നു. ആ പൂട്ടിച്ച ചാനൽ അല്ലാതെ ഇത് എടുത്ത് ഷെയർ ചെയ്തവർക്കും പണി കിട്ടുമെന്ന് ഉടനെ അങ്ങനെയാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഉറപ്പായിട്ട് അതിനകത്ത് കോമന്റ്സ് ചെയ്തവരുടെ വരെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഞാൻ വിചാരിച്ചിരുന്നത് ആ ഒരു വീഡിയോ ഉണ്ടാക്കി, ആ ഒരു പേജ് ഉണ്ടാക്കി ഒരാളുടെ വീട്ടിൽ പോയിട്ട് ഡയറക്റ്റ് അവരുടെ പേരൻസിന്റെ മുന്നിൽ വെച്ച് പറയാന്ന. പിന്നെ ഞാൻ വിചാരിച്ചു അപ്പാർട്ട് ഫ്രം ദാറ്റ് അവരുടെ പേരൻസ് ഇത് എന്ത് ചെയ്തു എന്നുള്ളത് അവർ സെൽഫായിട്ട് റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇന്ന് അവനൊരു പേജ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ അവനൊരു പേജ് ഉണ്ടാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ അങ്ങനല്ല, അതൊരു സെൽഫ് റിയലൈസേഷൻ വരണം. അവരുടെ വീട്ടിലാണെങ്കിലും ശരി, അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വരുമ്പോൾ അവർക്ക് ഇത് മനസ്സിലാവത്തോ. അപ്പം അങ്ങനൊരു സമൂഹത്തിനെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് എന്നെ കൊണ്ട് പറ്റാവുന്ന മാക്സിമം എക്സ്ട്രീമിൽ ഞാൻ പോയിട്ട് ഇങ്ങനത്തുള്ള പേജസ് പൂട്ടാനുള്ള പരിപാടികൾ ഞാൻ ചെയ്തിരിക്കും. അത് എന്നെ കൊണ്ട് കഴിയാവുന്ന രീതി ഞാൻ എന്റെ പാർട്ട് ചെയ്തിരിക്കും. ഞങ്ങളെ പോലുള്ള ചാനലുകളിൽ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ പാർവതി? നമ്മുടെ മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ മഞ്ഞ പത്രങ്ങൾ അല്ലെങ്കിൽ മഞ്ഞ മാധ്യമങ്ങൾ എന്നൊക്കെ പറഞ്ഞതുപോലെ അവരും പറയുന്നത് ഞങ്ങൾ മാധ്യമങ്ങളാണ് എന്നുള്ളതാണ്. അവർ മാധ്യമങ്ങളല്ല എന്നുള്ളത് ഇവിടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞങ്ങളുടെ പിന്തുണ പാർവതി അറിയിക്കുകയാണ്. അതുകൊണ്ടാണ് പാർവതി ഇന്ന് അതിഥിയായിട്ട് വിളിച്ചതും. കാരണം ഞാൻ ഈ 2 മാധ്യമത്തിന്, കാരണം ഞാനും ഒരു മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അതെ പറഞ്ഞോളൂ. അപ്പൊ ഈ പറയുന്നത് രണ്ടിനെ ഞാൻ 2 രീതി കാണുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ പറയത്തില്ല ഓരോ അപ്പൊ ഈ പറയുന്ന പോലെ ഈ ഒരു ചാനലും നിങ്ങളുടേത് തമ്മിൽ ഈവൻ കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തുമാത്രം പോസിറ്റീവ് കോണ്ടന്റ്സ് കൊടുക്കുന്നോ ഇതിന് എക്സ്ട്രീമാണ് ഇവര് ചെയ്യുന്നത്. അതായത് എക്സ്ട്രീം ഓപ്പോസിറ്റ് കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എത്ര വൾഗാരിറ്റി കൊണ്ടുവരാൻ പറ്റുമോ അവർ അത് മാത്രമാണ്. എന്നാൽ നിങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതുവരെ ഇന്നേ ദിവസം വരെ ഈവൻ ന്യൂസ് ചാനലിൽ നിന്നാണെങ്കിലും അല്ലാത്ത പല മീഡിയസ്, ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് ആക്ടേഴ്സ് പോകുന്ന വഴിക്കൊക്കെ ഈ പറയുന്ന പല ചാനൽസ് വരാറുണ്ട്. പക്ഷെ ഇവരിൽ നിന്നൊന്നും എനിക്ക് വേറൊരു നെഗറ്റീവ് അനുഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ ഞാൻ വിശ്വസിക്കുന്നത് ഏതൊരു കോയിൻ എടുത്താലും അതിന് 2 വശമുണ്ട്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഉണ്ട്. ആ നെഗറ്റീവ് സൈഡിനെ ഒതുക്കാനുള്ള പരിപാടികളാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് സൈഡിന് എനിക്ക് തരുന്ന ആ ഒരു സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ശരി, എനിക്ക് തോന്നുന്നു ദേഷ്യത്തിലുള്ള പാർവതിയെക്കാളും പാർവതിയുടെ മുഖം എപ്പോഴും സ്മൈൽ ചെയ്ത് ചിരിച്ചിട്ടുള്ള പാർവതിയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏറ്റവും പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്നൊക്കെ റീലൊക്കെ വന്നിട്ടുണ്ട്. അച്ചുകൂട്ടൻ അടക്കമുള്ള ഫാമിലി മെമ്പേഴ്സ്, മകനടക്കമുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. ഒപ്പം കൂടെ സഹപ്രവർത്തകരെ എല്ലാവരെയും ഇട്ടിട്ടുണ്ട്. ഈ സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ അവരെ കൂടി ഒന്ന് പറഞ്ഞു പോകാം. എങ്ങനെ പോകുന്നു കരിയറൊക്കെ? ആ ചിരിച്ചുകൊണ്ടുള്ള കുറച്ച് വർത്താനം കൂടി ഞങ്ങൾക്ക് കേൾക്കണം, അതുകൊണ്ടാണ്.
ഓക്കെ, ഒരുപാട് സന്തോഷം. കാരണം ഈ പറയുന്ന ഇങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് ശരിക്കും നമ്മുടെ കൂടെ ആരുണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഞാൻ ഇങ്ങനൊരു പ്രതികരണം നടത്തുമ്പം ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ ഫാമിലിയെ തന്നെയായിരിക്കും. കാരണം വേണമെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് വന്ന് പറയാം, കണ്ടോ അവള് ഇങ്ങനത്തെ ഫോട്ടോഷൂട്ട് ചെയ്തോണ്ടല്ലേ അവൾക്ക് ഇങ്ങനെ. പക്ഷെ ഞാൻ ഇത് പർപ്പസ്ഫുള്ളി ഞാൻ എന്റെ നേവിൽ കാണിക്കാനോ ക്ലീവേജ് കാണിക്കാനോ ഒന്നും പോയിട്ടില്ല. ഇതാരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. എന്തിന് അവരുടെ അനുവാദമില്ലാതെ ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തിട്ട് ഒരാൾ ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം എന്താണ് ഗോഡ്സ് ഗ്രേസ് കാരണം എന്റെ ഫാമിലി എനിക്ക് പൂർണ്ണ പിന്തുണയുണ്ട്. എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നു. ഇപ്പം ബാലുവായിട്ടാണെങ്കിലും ഭയങ്കര അഭിമാനത്തോടെയാണ് എന്നെ കാണുന്നത്. കാരണം ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ തന്നെ ഡീൽ ചെയ്യും എന്നൊരു പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ്. തീർച്ചയായിട്ടും. അപ്പം ഞങ്ങൾ ഈ ഒരു ആദ്യത്തെ എപ്പിസോഡിൽ വിളിച്ചതിൻ്റെ ഒരു കാര്യം കൂടി പറയുമ്പോൾ ഒരുപാട് ഹെൽത്തിനെ കുറിച്ചൊക്കെ കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. ഒരുപാട് ഹെൽത്തി കാര്യങ്ങളും ടിപ്സും ഒക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ് അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ? ജിമ്മിലൊക്കെ പോകുന്നുണ്ടോ? വർക്കൗട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഭക്ഷണം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? ഓക്കെ, ഡയറ്റ് നല്ലപോലെ പോകുന്നുണ്ട്. എനിക്കൊരു ലെഗ് ഇഞ്ചുറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ ഒരു 3-4 മാസം ഒരു ജിമ്മിൽ പോക്കൊന്നുമില്ല. പക്ഷെ ഞാൻ ഡയറ്റ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഒക്കെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് ചെറിയ പിമ്പിൾസ് ഒക്കെ വന്നു തുടങ്ങി. ഇപ്പൊ അതൊന്ന് മാറ്റാനുള്ള ഒരു ഓട്ടത്തിലാണ്. ബട്ട് സ്റ്റിൽ സ്കിൻ കെയറും എല്ലാം നല്ല പ്രോപ്പർ ആയിട്ട് പോകുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ ഫേസ് യോഗ സ്റ്റാർട്ട് ചെയ്തു. നെക്സ്റ്റ് മന്ത് ഒരു പടം ഇറങ്ങുന്നുണ്ട്, ഒരു വെബ് സീരീസ് ഇറങ്ങുന്നുണ്ട് സോണിക്ക് വേണ്ടിയിട്ട്, ഐസ് എന്ന് പറഞ്ഞിട്ട് മനു അശോകന്റെയാണ്. അപ്പം അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഒരു 1-2 പടം ഡബ് ചെയ്തു. അഭിലാഷം, ഷംസു സാഹിബയുടെ അഭിലാഷം എന്ന് പറഞ്ഞ പടത്തില് തൻവിക്ക് വേണ്ടി ഞാനാണ് ഡബ് ചെയ്തേക്കുന്നത്. അപ്പം ഇനി അങ്ങോട്ട് വെയിറ്റിംഗ് ഫോർ ഗുഡ് മൂവീസ്, ഗുഡ് ക്യാരക്ടേഴ്സ്. അടിപൊളി. നല്ല തിരക്കുള്ള ആളായി മാറട്ടെ. തിരക്കുള്ളതാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടവും. അതിനൊരു ആശംസ നേരുകയാണ്. അപ്പോൾ കഴിഞ്ഞ ഏറ്റവും പുതിയ ഇത് ഈ പിമ്പിൾ കുരു വന്നതിന് ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കുരു വന്നതിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യങ്ങളും തുറന്നു പറയുന്ന വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണ്. മക്കാന കഴിക്കുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ മക്കാനെ കുറിച്ച് ഇപ്പോൾ ഒരുപാട് ചർച്ചകൾ നടക്കുകയാണ്. അത് പരസ്യത്തിന് വേണ്ടി ചെയ്താണോ അതോ അങ്ങനെ കഴിക്കാറുണ്ടോ? ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ടോ? അല്ലല്ല, ഞാൻ സ്ഥിരം കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് മക്കന എന്ന് പറയുന്നത്. ഇപ്പം എന്റെ മകനാണെങ്കിലും ശരി, അച്ചുക്കുട്ടനാണെങ്കിലും ശരി, എനിക്കാണെങ്കിലും ശരി, ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ്. അത് വെച്ചിട്ട് തന്നെ ഞാൻ ഡിഫറെന്റ് ഓരോ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കാറുണ്ട്. ഇറ്റ്സ് സോ ഹെൽത്തി. ഓക്കെ, താങ്ക് യു. അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുകയാണ്. ഞങ്ങളുടെ ആദ്യത്തെ ഗസ്റ്റ് ആണ്. അപ്പൊ ഈ പരിപാടി അടിപൊളിയായിട്ട് പോട്ടെ. അതിനൊരു ആശംസകൾ കൂടി ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി ഒരുപാട് പെൺകുട്ടികൾക്കും ഒരുപാട് ഒരു വുമൺ സപ്പോർട്ട് ഉണ്ടാവുന്ന വലിയൊരു പരിപാടിയായിട്ട് മാറ്റേ ഒരുപാട് പേരിലേക്ക് എത്തട്ടെ. താങ്ക് യു സോ മച്ച് പാർവതി. താങ്ക് യു.